So today is the next day, which is Onam. Happy Onam. എന്ത് സുന്ദരിയായിട്ട് റെഡി ആക്കണ ആഗ്നസ് ഇട്ടാത്തക്കളാണോ? പാലട പായസം റെഡി. ഹാപ്പി ഓണം. ഇതാണ് എന്റെ കോലം, വെരി ബാഡ് കോലം. ഈ പ്രാവശ്യത്തെ ഓണത്തിന് അത്തക്കളം നമ്മൾ ഇവിടെ തന്നെ നട്ട ജമന്തി വെച്ചായിരുന്നു. ലുലു ഫാഷനിൽ കണക്കിലൊക്കെ എന്തോ ഓഫർ ഉണ്ട് കേട്ടോ. ഫാഷൻ്റെ അവിടെ വൻ വിലക്കുറവിൽ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഓണം വ്ളോഗായിരിക്കും. വേറെ നല്ല ഓണമാണ് ഇപ്പോൾ, അതുകൊണ്ട് ഞാനിതിനെ ഓണം വ്ളോഗ് എന്ന് വിളിക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എന്നാലും അമ്മയുടെ ഒക്കെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെയല്ലേ ഓണം, തിരുവോണം നാളെയാണ്. അപ്പം നാളെ നമുക്ക് സദ്യ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് വെളിയിലത്തെ പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അത് ക്യാൻസൽഡ് ആയി ലാസ്റ്റ് മിനിറ്റ്. ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയിട്ട് ആണോ അന്ന് ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് നമ്മുടെ ഓണച്ചന്ത. എല്ലാം ഇവിടെയാണുള്ളത്, കണ്ടോ. പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മളിവിടെ ഉണ്ട്. മമ്മിയൊക്കെ കപ്പയില്ലേ, കപ്പ ഉണ്ടാക്കണയാണ്. പിന്നെന്താ ചായ ആണുള്ളത്. ഫിഷ് കറി ഉണ്ട്, ഇവിടെ നോക്കട്ടെ. എന്താണ് എന്ത് മീന ഹെൽമെറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഓണച്ചന്ത മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മുടെ തിരുവാതിര എല്ലാം ക്യാൻസൽ ചെയ്തു ഗൈസ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഓണച്ചന്ത. ഈ പച്ചക്കറിയൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് ഇന്നും കൂടെ വെച്ചത്. അച്ഛൻ ഭയങ്കര തിരക്കിലാണ് അവിടെ, നമ്മൾ കണ്ടിട്ടില്ല. നോക്കട്ടെ, നമ്മളെ കാണാൻ നോക്കാം. എല്ലാം വിലക്കുറവിലാണ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ. അതാ നെക്സ്റ്റ് ഇയർ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ഒന്നും കൂടെ വരാം. അച്ഛൻ നമ്മളെ കാണേയില്ല, വെരി ബിസി ഗൈസ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കുറേ പച്ചക്കറിയൊക്കെ അവിടെ എന്തൊക്കെയാ ഉള്ളിയൊക്കെ. ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നെങ്കിൽ മെഗാ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എടുത്ത ഫുട്ടേജും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ജമന്തിയുടെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളമൊക്കെ ഇടാൻ പ്ലാൻ ചെയ്തത്. ബട്ട് പച്ചക്കറി എല്ലാം കുറേ ഉണ്ട്. എനിക്ക് ചേന, പടവലങ്ങ, ഉള്ളി, തക്കാളി. DP വേൾഡ് സ്പോൺസർ ഉണ്ടെന്നോ ആ പെട്ടി അവരായിരിക്കും കൊടുത്തത്. എല്ലാം വിലക്കുറവിലാണ്. ബെന്യങ്ങൾ പറയണ്ടായിരുന്നു എല്ലാം വിലക്കുറവിലാണ്. പക്ഷെ ഇതാണോ നമ്മളിത് ഇപ്പോൾ നമ്മുടെ വെളി ഗ്രൗണ്ടിൽ വന്നേക്കാണ്. അച്ഛനും മമ്മിയൊക്കെ എപ്പോഴും വോളണ്ടിയർ ചെയ്യാൻ വരാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഓണത്തിന് ഇവിടെ പച്ചക്കറി ചന്തയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ലേറ്റായി, കാരണം ഇന്ന് ഫ്രൈഡേ ആണ്, നാളെയാണ് ഒന്നാം ഓണം. ഞങ്ങൾ ജോലി എൻ്റെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ബട്ട് നാളെ നമുക്ക് കുറച്ച് നേരത്തെ വന്നെടുക്കാം. ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, യെച്ചൂരി മരിച്ചത് കൊണ്ട് ഇവരിതൊക്കെ ക്ലോസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഓണച്ചന്ത ഉണ്ടാവും തോന്നുന്നു, ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഈ പുട്ടും ഓട്ടിക്കറിയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞാൻ നിങ്ങൾ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യത്തെ ഓണത്തിന് അത്തക്കളം നമ്മൾ ഇവിടെ തന്നെ നട്ട ജമന്തി വെച്ചായിരുന്നു ഇടാൻ. ജമന്തി എന്ന് തന്നെയല്ലേ ഇതിനെ പറയണേ. ഇതെല്ലാം ഇവരെല്ലാവരും കൂടി നട്ട ജമന്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാ പ്ലാനും ക്യാൻസൽ ചെയ്തു. പരിപാടി ഈ പ്രാവശ്യം ഇപ്പം ഇല്ല. മെഗാ തിരുവാതിര എല്ലാത്തിനും പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തു. ആകെ ഓടച്ചന്ത ചിലപ്പോൾ നാളെ കൂടി ഉണ്ടാവും, ബിക്കോസ് വെജിറ്റബിൾസ് കുറേ ബാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മൊത്തം ആ സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട്. ഹായ്, എനിക്ക് ഈ പൂ നല്ല രസമില്ല ഇങ്ങനെ നിൽക്കണ കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും നല്ല ഐഡിയ അല്ലേ, നമ്മൾ കാശ് കൊടുത്ത് പൂ മേടിച്ച് വെറുതെ വേസ്റ്റ് ആവുന്നതിനേക്കാൾ ഇത്രയും പൂവൊക്കെ നട്ട്. ദിസ് വാസ് എ വെരി ഗുഡ് ഐഡിയ. അപ്പോൾ നമുക്കിനി വെറുതെ ഒന്ന് കറങ്ങാം. അപ്പോൾ ദിസ് വീഡിയോ വിൽ ബി അവർ ഓണം വ്ളോഗ്.
നിങ്ങളിപ്പോൾ ഇവിടുത്തെ പരിപാടികൾ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഗാ തിരുവാതിര, തെയ്യം, പിന്നെ കുറേ പരിപാടികൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിത് ലുലുവിൽ പോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ ഈ ലൈറ്റ് ഓണത്തിൻ്റെ ലൈറ്റ് അല്ല കേട്ടോ, നമ്മുടെ അടുത്ത് പള്ളിപ്പെരുന്നാളുടെ ലൈറ്റാണ്. നല്ല രസമുണ്ടല്ലോ ബേബി. ഗൈസ് ലുലുവിൽ എന്തോ ഓഫർ ഉണ്ടെന്ന് കേട്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ഇയർഫോൺ മേടിക്കണം. ബിക്കോസ് റോഹൻ്റെ എയർപോഡ്സ് ഒരെണ്ണം കേൾക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു വയറുള്ള ഇയർഫോൺ മേടിക്കണം. വയർ അപ്പൊ ദേ ഇവിടെ നല്ല ഇറക്കാനുള്ള പള്ളിയില് ഏതാ ഈ വണ്ടിയല്ലേ? അത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. ഹായ്, നമ്മൾ തോക്കുംപടി എത്തിയിട്ടുള്ളൂ. അപ്പോഴേ ഇത്ര ബ്ലോക്ക്. എനിക്ക് ലോറി കാരണമല്ല, എന്നാലും ഇന്ന് ബ്ലോക്ക് ഉണ്ടാവും. ബിക്കോസ് നാളെ ഓണമായതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവും. ഓരമോളിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓണപരിപാടിയാണെന്നോ ഗായ്സ്. ഇങ്ങോട്ട് വന്നപ്പോ ബ്ലോക്ക് ഇല്ല കേട്ടോ. നമ്മുടെ തോപ്പുംപടിയിൽ എന്തോ അവിടെ ഏതോ ഒരു വണ്ടിയുടെ പ്രശ്നം കാരണം ബ്ലോക്ക് ആയിട്ടോ. ഭാഗ്യം. നമ്മളപ്പോ ഇന്ന് ഈപ്പ ബീവിലാണ് വന്നത്. ബിക്കോസ് അഫ്കോഴ്സ് പെട്രോൾ അടിക്കണ്ട. അത് മാത്രമല്ല ബ്ലോക്കിന്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് പോവാം. നമ്മളങ്ങനെ ലുലു എത്തി. ഒന്നും പറയണ്ട, നമ്മളിപ്പോൾ ഒരു ലോറി ഇടിച്ചാണ്. ലിറ്ററലി ഒന്നും പറയണ്ട. നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ കാറും ലൈക്ക് 2 ദിവസം മുമ്പ് ഒരു ബസ് വന്ന് ഇടിച്ചേക്കും. കാറിപ്പതേ അത് കാരണം സർവീസിന് കൊടുത്തേക്കണയാ. ഇപ്പോൾ ഒരു ലോറി, അത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. വെറുതെ ഇരിക്കണ വണ്ടിയിലൊക്കെ വന്ന് ആൾക്കാർ ഇടിക്കണയാവും. അവസ്ഥ അയ്യോ. ലിറ്ററലി ഓണം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരക്കില്ലല്ലേ ബേബി? ആക്ച്വലി തിരക്ക് കുറവാണ്. നമ്മളപ്പോൾ വെല്ലുവിളി എത്തി. മമ്മിയ പറഞ്ഞത് ന്യൂസ് പേപ്പറിൽ എന്തോ ഉണ്ടായിരുന്നു, ലൈക്ക് 52 മണിക്കൂർ എന്തോ സെയിൽ നടക്കുന്നുണ്ട് ഫാഷൻ സ്റ്റോറിലും കണക്റ്റിലും ഹൈപ്പർ മാർക്കറ്റിലും. നമുക്ക് നോക്കാം, പക്ഷെ അതിന് തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ആദ്യം തിരക്കില്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ സെയിലുള്ള തിരക്കില്ലാന്നാണ്, പക്ഷെ തിരക്കുണ്ട് അല്ലേ? ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ തിരക്ക്. എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നണു. ഒന്നും എഴുതിയൊന്നും വെച്ചേക്കണ കണ്ടില്ല. ബാഗറ്റിലൊക്കെ ഇപ്പോഴും സെയിലുണ്ട് കേട്ടോ. വാ, നമ്മളപ്പോൾ ഫസ്റ്റ് കണക്റ്റിലാണ് പോകാൻ പോകുന്നത്. ഇതേ ലുലു ഫാഷനിൽ കണക്റ്റിലൊക്കെ എന്തോ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഫാഷൻ്റെ അവിടെ വൻ വിലക്കുറവിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഫസ്റ്റ് കണക്റ്റിൽ പോവാം. ഞാനിവിടെ കണ്ടു എന്തോ 50% ഓഫിനാണ് ഞാൻ നിന്നത്. നമ്മൾ വിചാരിച്ചു താഴെ കയറിയിട്ട് ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കണക്റ്റിലോട്ട് പോകാമല്ലോ. ദാറ്റ് ബി ബെറ്റർ. ടാഗ്സൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ. 50% ഓഫറൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളിതേ ഫാഷനിലോട്ട് കയറുകയാണ്. എപ്പോഴും ഓഫേഴ്സ് ഒക്കെ തന്നെയാണ്. ഹോം വെല്ലിൻ്റെ കുറേ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ബ്രാൻഡ്സിൻ്റെ ഒന്നും ഞാൻ അത്രയും കണ്ടില്ല. സെറ്റ് സാരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആഭരണങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സാധനങ്ങൾ അത് കൊള്ളാമല്ലേ? ഇതെനിക്ക് ഇഷ്ടമായി ഈ സെറ്റ്. അത് കൊള്ളാം. 1000 rupees. ലിവൈസിന് എന്താ ഓഫർ? ഓഫറൊന്നുമില്ല. ഓൺവേർഡ്സ് ഓഫർ. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് കുറേ. ഓണം കളക്ഷനൊക്കെ അത്യാവശ്യം കുറേ കിടപ്പുണ്ട്. ലുലു ഓണ്ട് ബ്രാൻഡ്സിനാന്ന് തോന്നുന്നുണ്ട് ഓഫർ. വേറെ നമ്മുടെ ബ്രാൻഡ്സിനൊന്നും അത്ര അങ്ങോട്ട് കാണുന്നില്ല. കാരണം ഓണത്തിന് മിക്ക നമ്മൾ അമേരിക്കൻ ഈഗിളിൽ ചോദിച്ചപ്പോഴൊക്കെ അവരും ഓണത്തിന് അങ്ങനെ സെയിലുണ്ടാവില്ല. എപ്പോഴും സെയിലുണ്ടാവുന്നത് ഡിസംബർ സമയത്തുണ്ടാവും. പിന്നെ ഇവിടെ ജാനുവരിയിലും ജൂലൈയിലും എൻഡ് ഓഫ് സീസൺ സെയിലുണ്ടാവും. ലുലു കണക്റ്റിലെത്തി. ഇവിടെയും നമ്മുടെ എപ്പോഴുള്ള ബെഡ്ഷീറ്റ്സൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇലക്ട്രോണിക്സിന് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇയർഫോണും വേണം. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഫിലിപ്സിൻ്റെ ഇയർഫോൺ ഫിലിപ്സാണ് 299. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവണല്ലേ ബേബി? അന്നൊക്കെ സി ടൈപ്പ് വേണം. കുറേ ഓഫറിനൊക്കെ എല്ലായിടത്തും എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. സോണി സൗണ്ട് ബാർ 19,000 അങ്ങനെ കുറേ എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. JBL ഈ ഒരു സി ടൈപ്പ് ഉണ്ട്. അത് ഓഫറുണ്ട് 2000 1300. JBL 500 രൂപക്കൊക്കെ ഉണ്ട് കേട്ടോ.
പക്ഷെ സി ടൈപ്പ് അല്ല, ഹാമറിന്റെ ഉണ്ട് സി ടൈപ്പ്. ഇത് എത്രയാ? 399 റുപ്പീസ് ഉള്ള ഇതിന്. ആ ക്വാളിറ്റി ഉണ്ടാവില്ല. കണക്റ്റിൽ ഇത് റീഅറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അവര്. ഇതൊക്കെ ഞാൻ എടുത്തു വന്നതാന്ന് തോന്നിങ്ങനെ. ഇത് ആങ്കറിന്റെ ഉണ്ട് സൗണ്ട് കോർ. പക്ഷെ ഇത് നമ്മുടെ കഴുത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അവസാനം കുറെ ആപ്പിളിന്റെ തന്നെ ഇയർഫോൺ എടുക്കും. നോക്കാം നമുക്ക്. ഐസ് കണക്റ്റിൽ കുറെ അധികം സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഇതേ മാക്ബുക്ക് എയറും കാര്യങ്ങളും ഒരു ഫുൾ സെഷൻ തന്നെ ആപ്പിളിന്റെ. എൻ്റെ ഒരു സൈഡിൽ മൊത്തം ആപ്പിൾ പ്രോഡക്ട്സ് ആക്കിയിട്ട് ഇവര് കൊള്ളാട്ടോ. ആപ്പിളിന്റെ 2000 റുപ്പീസ് ആണ്. അപ്പൊ നമ്മളിപ്പോ കൺഫ്യൂസ്ഡ് ആണ് ജേബിന്റെ എടുക്കണോ ഇതെടുക്കണോ എന്നുള്ളത്. ടിവിസിനൊക്കെ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് കണക്റ്റിന് എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് തന്നെ മേടിച്ചു. പക്ഷെ ഇവിടെ ബില്ല് ചെയ്യാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഹായ് ഗൈസ്, നമ്മളപ്പോൾ ഇതേ നമ്മുടെ ഇയർഫോൺസ് ഒക്കെ മേടിച്ചു. കൊള്ളാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? എയർപോഡ്സിനൊക്കെ പോലെ സിമിലർ ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം. എനിക്ക് വയേർഡ് പക്ഷേ ഈ പൊട്ടിപ്പോകുമെന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ എനിക്ക് വയേർഡ് ആക്ച്വലി ഐ പ്രിഫർ. ഞാൻ ഇതുവരെ ഈ എയർപോഡ്സ് പോലത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഇയർഫോൺ പോലും ഉപയോഗിക്കാറില്ല. ബട്ട് ബേബിയുടെ കോമഡി എന്താ പറയുക, ബേബി ആകെ ഒരു എയർപോഡ് മാത്രം ഉപയോഗിക്കും. അങ്ങനെയാണ് ഇപ്പൊ ചീത്തയത്. അല്ല, അപ്പൊ ഒരെണ്ണം മാത്രം വർക്ക് ചെയ്യണുള്ളൂ. ഇപ്പൊ ഇത് നോക്കൂ, 399 രൂപക്ക് ഓണസദ്യ. ഇവിടെ ലുലു സെലിബ്രേറ്റിന്റെ കുറച്ച് ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. നമുക്ക് എന്തെങ്കിലും നോൺ വെജ് കഴിക്കാം. കാരണം നാളെ ഓണമായതുകൊണ്ട് എന്തെങ്കിലും വെജ് സദ്യ ആയിരിക്കും. എനിക്ക് ആക്ച്വലി സദ്യ ഭയങ്കര ഇഷ്ടമായിരുന്നു. സദ്യയിലെ പാലട, അതാണ് എനിക്കിഷ്ടം. സോ മെനി ഓപ്ഷൻസ് ആൻഡ് വി ആർ കൺഫ്യൂസ്ഡ്. മേബി നാളെ എനിക്ക് എന്തായാലും പാലട വേണം കേട്ടോ. പിന്നെ എനിക്ക് ചോറും ആ പരിപ്പും ബേബിക്ക് ഇഷ്ടമാണ്. സദ്യയിലെ പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ സ്വെയർ. എനിക്ക് ആ ചോറും പരിപ്പും സാമ്പാറും പപ്പടവും സൂപ്പർ. അതേതെന്താ ന്യൂ സൽക്കാരേ, നമ്മുടെ നമ്മളിപ്പോ പഞ്ചാബി ഗ്രില്ലിയാണോ സ്ട്രീറ്റ് ഫുഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്തേ. എന്നാ നമ്മൾ ഓർഡർ ചെയ്തത് കൊള്ളാട്ടിയുടെ അത്യാവശ്യം നല്ല കോമ്പോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ബട്ടർ ചിക്കനും നാനിൻ്റെ ഒരു കോംബോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തന്തൂരി ചിക്കനും പറഞ്ഞു. കൊള്ളാം. ഒരു 500 സംതിങ് ആയി. ഒരു 600 അടുത്തായി. കുഴപ്പമില്ല. ഇവിടെയായിരുന്നു കേട്ടോ സദ്യ. കൊള്ളാം അല്ലേ ഈ സെറ്റപ്പ്? 399 റുപ്പീസിന് എന്തായാലും കൊള്ളാം. ദേവി ഇവിടെ പാലട ഉണ്ടോ? അതെ, പായസം ഉണ്ട്. ഐ ഡു വോണ്ട് ദിസ് സോ ബാഡ്. പാലട 80 റുപ്പീസ് ഫോർ 250 grams. സൂപ്പർ സൂപ്പർ. നേരെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഗോതമ്പ് പ്രഥമൻ, പരിപ്പ് പ്രഥമൻ, അടപ്രഥമൻ, സോറി പാലട. പാലട ഇസ് മൈ ഫേവറേറ്റ്. ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഫുഡ് കിട്ടി. ഇതാണ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത്. നാനും ബട്ടർ ചിക്കനും പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ചിക്കൻ തന്തൂരി 2 പീസ്. ഇത് മൊത്തം 500 ആണ്. എനിക്കറിയായിരുന്നു ഒബ്വിയസ്ലി, ഞാൻ പേരോട് പറഞ്ഞു. പിന്നെ പാലട ഒരു രക്ഷയിലും സൂപ്പർ പാലട. ഒരു ഗ്ലാസ്സിന് നമുക്ക് 60 രൂപയായിരുന്നു. നമ്മൾ 2 മേടിച്ചു. കാരണം വി ബോത്ത് ലവ് പാലട സോ മച്ച്. സോ നമുക്ക് ഫുഡിലോട്ട് കിടക്കാം. ഹായ് ഗൈസ്, വി ആർ ഹാവിങ് ആ ഫുഡ്. ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതാ താഴെയുള്ള പഞ്ചാബ് ഗ്രില്ല് തന്നെയാണ് നോക്കട്ടെ കേട്ടോ. സോ ഗുഡ്. തന്തൂരി ചിക്കൻ കൊള്ളാലോ. തന്തൂരി ചിക്കൻ നോക്കിയേ. പിന്നെ നമുക്ക് നാനും ബട്ടർ ചിക്കൻ്റെ ഗ്രേവി. പിന്നെ ഇവിടെ പുതിന ചട്നിയാണ് കേട്ടോ. ഞാൻ കഴിക്കില്ല പുതിന. നോക്കാം. ബട്ടർ ചിക്കൻ ഇച്ചിരി കൂടുതൽ സ്വീറ്റ് ആയിപ്പോയി ഇല്ലേ? ചിക്കൻ തന്തൂരി വേണം കേട്ടോ. പാലട പിന്നെ ഒറ്റ പാലട ഉള്ളിയാണ് ഇഷ്ടമല്ല. സെറ്റ്.
വി വാണ്ടഡ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. നമ്മളെപ്പോഴും ബർഗറോ മറ്റേ നമ്മുടെ ഗ്രില്ലെക്സ് ഒക്കെയാണ്. ഞാൻ നല്ല രസമുണ്ട്. എനിക്ക് അത്ര ചിക്കൻ വേണ്ട പോലെ ഈ പുതിന എടുത്തു. പുതിന ഞാൻ കഴിക്കില്ല. ചൂട് നിൽക്കണ്ട എനിക്ക് ഇന്ന് ഭയങ്കര ചൂട് ആണ്. എനിക്കിന്ന് ഭയങ്കര ചൂട് കൊള്ളാം. കൊള്ളാല്ലേ? നമുക്ക് കുറേ നാളെ കഴിച്ചല്ലേ. എനിക്ക് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്. സവാളയൊക്കെ ഉണ്ട്. ഞാൻ സവാള അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ ചിക്കൻ ഫ്രൈഡ് ഒപ്പം സവാള വേറെ ലെവൽ അല്ലേ? എനിക്ക് ഇഷ്ടമാകാം. സെറ്റ്. Today is the next day, which is ഓണം. എനിക്ക് ആക്ച്വലി റെഡി ആവാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ സദ്യ കഴിക്കാൻ പോണേ. അപ്പോൾ ആഗ്നസൊക്കെ ഫുൾ ഓണത്തിന് പട്ടുപാവാടയൊക്കെ ഇട്ട് റെഡി ആക്കണേ. സോ ഞാനും റോഹനും മമ്മിയുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കും. കാരണം റോഹന് ഓണം സെലിബ്രേഷന് പോകാൻ പറ്റിയില്ല ഇപ്രാവശ്യം ഓഫീസിൽ. കാരണം അന്ന് ആക്സിഡൻ്റ് ആയി നമ്മുടെ കാറ്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഗൈസ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വന്നിട്ട് ഇപ്പത്തേ മമ്മിയുടെ അങ്ങോട്ട് പോകണേ. വേറെ ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കാറിന് ചെറിയ ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ സർവീസിന് കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് റോഹൻ മുണ്ടിട്ട് ഈ പ്രാവശ്യം ഫോട്ടോ എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടി. ഇനി മമ്മയുടെ അവിടെ പോയിട്ട് ആഗ്നസും പിള്ളേരും എല്ലാരും ഉണ്ട്. അവര് സദ്യ കഴിച്ചു, കാരണം ലേറ്റ് ആയപ്പോ. അത് സെറ്റാണ്. അപ്പൊ നമുക്കിനി സദ്യ കഴിക്കാം. പിന്നെ ആഗ്നസിന്റെ ഒപ്പം അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കണം. സോ എക്സൈറ്റഡ് ടു സീ ദം. കാരണം നമുക്ക് കഴിഞ്ഞ വർഷം ഒന്നും ഓണം ഉണ്ടായിരുന്നില്ല, അതിന് മുൻപത്തെ വർഷം ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി എവറിഥിങ് വാസ് വെൽ ദിസ് ഇയർ. ഈ വർഷം തീരാറെ ഒക്ടോബർ ആയതായിരുന്നു. സത്യം പറഞ്ഞാൽ 2024 അത്ര ഫാസ്റ്റ് ആയിട്ട് പോയ വേറെ വർഷമില്ല. ഇവിടെയായിരുന്നു അച്ഛൻ്റെ ഒക്കെ പ്രോഗ്രാം. ഇന്ന് ഇവര് ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. മമ്മിയൊക്കെ അത് കാരണം ഉറങ്ങിയിട്ടില്ല. വെളുപ്പിനെ കയറിയിരുന്ന ഒരു പായസമൊക്കെ ഉണ്ടാക്കി, പായസമൊക്കെ സെല് ചെയ്തു. അപ്പൊ നമുക്ക് മമ്മിയോട് വെച്ച് കാണാം. ഹാപ്പി ഓണം ടു എവ്രി വൺ. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് ഗോഡ് വിൽ ബി വിത്ത് യു ഓൾ. ഞങ്ങളുടെ ഒപ്പം എന്തായാലും ദൈവം ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ കാറിന് മാത്രം ഒന്നും പറ്റില്ല, റോഹനൊന്നും പറ്റിയില്ല, താങ്ക് ഗോഡ്. കാറിന്റെ ബാക്കിലെ ചില്ലൊക്കെ പൊട്ടിപ്പോയി. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇടാം. വരവേൽക്കാൻ ഇവിടെ ആരൊക്കെയാ നിക്കുകയെന്ന് നോക്കൂ. സുന്ദരികള് സുന്ദരന്മാര്. ഒന്നും പറയണ്ട, നമ്മള് വന്ന വഴി. ഹായ് മൈ ബേബി, ബ്യൂട്ടിഫുൾ. ഹായ്. സ്റ്റീഫനെ കൊടുക്കത്തെ ലുക്ക്. ഇവര് അത്തക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഗൈസ് നമ്മള് വന്ന വഴിതേ ഒരു അനിയനും ചേച്ചിയും പാവങ്ങള് സ്കൂട്ടറിൽ വന്നപ്പോ ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവരെ നിർത്തി. പാവങ്ങള്. ഹായ്, ഹാപ്പി ഓണം പറ എല്ലാരോടും. ഹാപ്പി ഓണം. എന്ത് സുന്ദരിയായിട്ട് റെഡി ആക്കണ ആഗ്നസ്. ആഗ്നസ് ഇട്ട് അത്തക്കളാണോ? ആണോ? സൂപ്പർ. സ്പെഷ്യൽ പരിപാടി എന്താണ്? സ്പെഷ്യൽ പരിപാടി പറയൂ. ഇതൊക്കെ തന്നെ. സദ്യക്ക് വേണ്ടിയുള്ള വാഴല നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. മമ്മിയുടെ കയ്യിൽ കുറെ വാഴലുണ്ട്. ഇത് സ്റ്റീഫനൊക്കെ പോയി അപ്പുറത്ത് വച്ചുകൊണ്ടുവന്നാണ്. മേടിച്ചതാണല്ലേ? സോറി ഗൈസ്, ഇത് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ മേടിച്ച വാഴ. വിജയലക്ഷ്മിയാണ് നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കണം. ആശാങ്കയുടെ ട്രീറ്റ് ആണ് നമ്മളുടെ ഇന്നത്തെ ഓണം. ആശാങ്കനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ആശാങ്ക ഡെൻമാർക്കിലോട്ട് പോകാൻ വേണ്ടിയാണ്, സ്ലോവാക്കിയെന്ന്. സോ ആശാങ്കക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ആശാങ്ക. എൻ്റെ വീഡിയോ ആശാങ്ക കാണാൻ ചാൻസ് ഇല്ല, പക്ഷെ കാണുകയാണെങ്കിൽ താങ്ക് യു. അച്ചാറിൽ നിന്നാണ് തുടങ്ങുന്നത്.
ഇത് എന്താണ് മറ്റേ കൊടംപുളി അല്ല, എന്താണ് ഈ അച്ചാറ് പറയണ വടുകാപ്പുളി. ഞാനും ആഗ്നസിനും കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അടിപൊളി റീൽസ് ഒക്കെ ഇറക്കാനുള്ള പ്ലാനിലല്ലേ. എന്റെ ഡാൻസ് ആഗ്നസിന് കോമഡി ഇൻട്രസ്റ്റ്, എനിക്ക് ഡാൻസ് ഇൻട്രസ്റ്റ്. ആൻമരി പക്ഷേ ഈ പ്രാവശ്യം സിമ്പിൾ ആയിട്ടാണ് ഒരുങ്ങിയത്. അവിടെ കാണാൻ കൊടുക്കിട്ടുള്ള ചെക്കന്മാരൊക്കെ നമ്മുടെ പയ്യന്മാരൊക്കെ മുണ്ടെടുത്ത് വലിയ ആൾക്കാര് അടിപൊളി അടിപൊളി, നല്ല കസവും നല്ല മുണ്ടും നല്ല സൂപ്പർ. നാണമാണ്. Boys are very shy. What to do? Look at us girls. We are walking. അതെ, ഞാൻ ഇച്ചിരി ഓവറായിട്ട് ഒരുങ്ങിയല്ലേ. കൊള്ളൂലേ? കുഴപ്പമില്ലേ? നല്ലതാണ്. ആഗ്നസ് നല്ല സുന്ദരിയായിട്ടുണ്ട്, മുല്ലപ്പൂട്ടിട്ട് നാടൻ തനിമയുള്ള പെൺകുട്ടി. അങ്ങനെ ഫൈനലി നമ്മുടെ ചോറ് വന്നിരിക്കുകയാണ്. മമ്മി ഈ കറികളൊക്കെ ഒന്ന് പറഞ്ഞുതരുമോ? ഇത് ഇഞ്ചിക്കറി, ഇത് കടല മസാലക്കറി, ഇത് അവിയലല്ലേ അവിയൽ, ഇത് അതെന്താ തോരൻ, അവിയൽ അവിയൽ, ഇത് മാങ്ങാച്ചാറ്. Oh my god, I'm sweating, but I'm loving this. കൈ കഴുകണം. ഇതേ പരിപ്പൊക്കെ ഒഴിച്ചു. അയ്യോ കൂടിപ്പോയി. പുളിയിഞ്ചിയാണോ എന്തത്? സോറി ഗായ്സ്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ഇങ്ങനെ ഈ പരിപ്പും കുറച്ച് ചോറും കുറച്ച് സാമ്പാറും തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്കിഷ്ടം അഫ്കോഴ്സ് പാലട. നമ്മളിപ്പോൾ കുറേ പായസമൊക്കെ അച്ഛനും മമ്മീനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ എടുക്കാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ സദ്യ. ഹായ്. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താ ചെയ്യാന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് കുറേ ഫാമിലിയിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നത്. ഫീൽ സോ നൈസ്. മൈ ഷെൽഡ മമ്മ ഇസ് ദേർ. ഒരു ഹായ് പറയോ? ഹായ്. കാണുന്നുണ്ടാ? ഞാൻ കഴിച്ചു സദ്യ. മമ്മി പായസം ഇടൂ. കമോൺ ഇടൂ ഇടൂ. സൂപ്പർ പാലട. ഇനി കുറച്ച് പപ്പട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഗ്രസ് ഇടുന്നുണ്ട്. ഇനി കുറച്ച് പപ്പടവും ഒക്കെ ആഗ്രസ് ചിരിപ്പിക്കുമല്ല. നോക്കട്ടെ ടേസ്റ്റ്. ഗുഡ് ബട്ട് കുറച്ചുകൂടി വാട്ടറി. ഫസ്റ്റത്തെ പാലട സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ലൂസ് പാലടയാണ്. ഇതാണ് മൈ ഫേവറേറ്റ്. ഇത് നെൽസൺ ഞങ്ങൾ ഉണ്ടാക്കിയതാ സെറ്റ്. ഗൈസ് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നത്, തിന്ന് തീർക്കാൻ പറ്റില്ല. റോഹനും നല്ല രീതിയിൽ പഠിപ്പിച്ചു. സത്യം ഒടുക്കുന്നത് ഹാങ് ഓവർന്നൊക്കെ. കൊറേ ഡാൻസ് ഒക്കെ ആഗ്നസിന്റെ ഒപ്പം എടുത്തു. ആഗ്നസിന്റെ നിർബന്ധപ്രകാരം ആഗ്നസിന്റെ യൂട്യൂബിലിടാൻ കോമഡി വീഡിയോ ഡാൻസ് ഒക്കെ കളിച്ച് ചൂടെടുത്തൊരു പരിവമായി. പക്ഷെ ഓണം നമ്മൾ പൊളിച്ചു അല്ലേ? എല്ലാവരും സദ്യ കുടിച്ചത്. എന്റെ മമ്മിയൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അച്ഛനൊക്കെ അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. റോഹൻ ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എല്ലാ വീഡിയോഗ്രാഫി. താങ്ക് യു ബേബി, താങ്ക് യു തിരിച്ച്. അപ്പൊ ആഗ്നസ് ആണ് നമ്മുടെ താരം. കൊറേ അധികം വീഡിയോസ് വരുമല്ലോ ആഗ്നസ്. കൊറേ ഓക്കെ നമ്മൾ വിഷയത്തിൽ ആ ഒരു സുന്ദരി കുട്ടി ഭയങ്കര ചാടിയൊക്കെയാണ് ഗായ്സ്. ഹാപ്പി ഓണം. നല്ല സുന്ദരിയാ. ഹാപ്പി ഓണം ഗായ്സ്. നമ്മളപ്പോ പോണേ. ആഗ്നസ് അവസാനമായിട്ടൊരു ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ബൈ ബൈ. എവിടെ മൈ ബോയ്സ്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അച്ഛൻ പറയും ഹാപ്പി ഓണം. അപ്പൊ ഗായ്സ് നമ്മള് എല്ലാ പരിപാടിയും പാക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകണം. ഒന്നും പറയണം, നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണം. ഓണിയാണ് ആഗ്നസ് അവിടെ ഉള്ളിലുണ്ട് ടാറ്റ കാണിക്കാൻ വന്നത്. ബൈ സ്റ്റീഫൻ, ടാറ്റ. അവനാണ് ക്യാമറ അതേ ഉള്ളില് ടീംസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ബൈ ബൈ ടാറ്റ. ഇതാണ് എന്റെ കോലം, വെരി ബാഡ് കോലം. ബട്ട് മൈ ഹസ്ബൻഡ് ഇസ് വെരി ഗുഡ് ലുക്കിംഗ്. യെസ്, എനിക്ക് ഇത്ര മേക്കപ്പ് ഇടേണ്ടി വരും ഭംഗിയാവൻ. യു ആർ ലൈക്ക്
എഫേർട്ട്ലെസ്ലി ഗുഡ് ലുക്കിംഗ്. ഈ ടാറ്റു ഇവിടെ കാണാൻ നല്ല രസമുണ്ട് ഈ ഷർട്ടിന്റെ ഒപ്പം. ഗൈസ്, ഈ ടാറ്റു നമ്മുടെ മാതാവിന്റെ ഉണ്ണീശ്വരൻ്റെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. ഇനി ഒരിക്കലും ടാറ്റു എന്ന് പറഞ്ഞ് ഇല്ല. നമ്മൾക്ക് ഈ ശരീരം നമ്മള് പോകുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ഇറ്റ് ഷുഡ് ബി ലൈക്ക് നോട്ട് ഹാപ്പനിങ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ, പക്ഷെ റോഹനെ സമ്മതിപ്പിക്കാൻ അറിയാം. ഹായ് മൈ തുത്സിബാൻ. നമ്മൾ വീടെത്തി, നമ്മൾ പോയി കിടന്ന് ഉറങ്ങണം. ആൻഡ് ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു എൻഡ് ദിസ് വീഡിയോ ഓൺ എ ഗുഡ് നോട്ട്. ആക്ച്വലി ഐ ഹാവ് സംതിങ് ടു സേ. ഹായ് എവ്രിവൺ. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഓർത്തത് ഞാൻ ഔട്ട്രോ എടുക്കാൻ വീണ്ടും മറന്നു പോയി. സോ ഞാൻ ഇങ്ങനത്തെ കോലത്തിൽ നിന്നാണ് ഔട്ട്രോ എടുക്കുന്നത്. ഡോണ്ട് മൈൻഡ്. അപ്പോൾ വാട്ട് ഐ വോണ്ടഡ് ടു സേ ഈസ് ദാറ്റ് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈഫ് ഈസ് വെരി അൺപ്രിഡിക്റ്റബിൾ. ആൻഡ് അടുത്ത വർഷം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് വി ഹാവ് നോ ഐഡിയ. ആൻഡ് നിങ്ങൾക്കുള്ള സമയം ജസ്റ്റ് എൻജോയ്. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയെങ്കിലും ജസ്റ്റ് ബി ഹാപ്പി. എനിക്ക് ദിസ് ഓണം ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഓൾവേസ് നമ്മുടെ ഒപ്പം എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഐ വോണ്ടഡ് ടു ജസ്റ്റ് എല്ലാവരുടെ ഒപ്പം ഐ വോണ്ടഡ് ടു മേക്ക് ഇറ്റ് സോ മച്ച് ഹാപ്പി. കാരണം എനിക്ക് ആഗ്നസിനൊക്കെ അവരൊക്കെ എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് എമോഷണൽ, ബട്ട് വാട്ട് ഐ വാസ് സേയിങ് ഈസ് ദാറ്റ് ഇപ്പം ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ലൈക്ക് ഭയങ്കര ഹാപ്പനിങ് ആണ് എന്തെങ്കിലുമൊക്കെ. ക്രിസ്മസ് ഒക്കെ വാസ് സോ ഫൺ. എൻ്റെ അങ്കിളും ആൻറ്റിമാരും. ആൻഡ് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ അത്ര പേരില്ല. ബോത്ത് മൈ അങ്കിൾ ആൻഡ് ആൻറ്റി പാസ്ഡ് അവേ. പിന്നെ ഇപ്പോൾ ആശ്വൻ അങ്കിളാണെങ്കിലും ആശ്വൻ അങ്കിളും ഡെൻമാർക്കിൽ പോയി. ആൻഡ് ഇറ്റ്സ് നോട്ട് ദ സെയിം. ഓഫ് കോഴ്സ് ഇതൊന്നും ഇനി ഒരിക്കലും ജീവിതം അതുപോലെ ആവില്ല. വി കനോട്ട് റിപ്ലേസ് ദം. ഇറ്റ് വിൽ നെവർ ബി ദ സെയിം. ബട്ട് വിൽ സ്റ്റാർട്ട് ടു ലിവ് വിത്ത് ദിസ് ഫാക്ട് ദാറ്റ് ഈ ഒരു ഫാക്ട് വെച്ച് നമ്മൾ ജീവിക്കും മുന്നോട്ട്. ദാറ്റ്സ് ഹൗ ലൈഫ് വർക്ക്സ്. ഐ നോ. ബിക്കോസ് എനിക്ക് ഏറ്റവും വലിയ ട്രോമ എൻ്റെ ലൈഫിൽ ലൂസിങ് മൈ ലവ്ഡ് വൺസ്. എനിക്ക് ലിറ്ററലി ഒരു ട്രോമയാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര സംഭവം. പക്ഷെ ബട്ട് ഐ സ്റ്റിൽ വോണ്ട് ടു മേക്ക് ഷുവർ എൻ്റെ ബാക്കിയുള്ള ഫാമിലി ദേ ഷുഡ് ബി ഹാപ്പി. ഇപ്പം ഞാൻ വിഷമിച്ചിരുന്നാൽ അവരും വിഷമിക്കും ഫോർ ഷുവർ. മമ്മി ആൻഡ് മെറിയലി സ്കിപ്പ് ദിസ് പാർട്ട്. പക്ഷേ ലൈക്ക് ആഗ്നസും ആൻമരിയും പിള്ളേരൊക്കെ നമ്മൾ ഒരുമിച്ച് ഐ വോണ്ടഡ് ഇറ്റ് ടു ബി സോ ഹാപ്പി. ആൻഡ് അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ഡാൻസൊക്കെ എടുത്തു. ഇനി നെക്സ്റ്റ് ഇയർ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കയ്യിൽ ഉള്ള നിമിഷങ്ങൾ ജസ്റ്റ് ബി ഹാപ്പി. ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് എഫേർട്ട്. ജസ്റ്റ് ബി ഹാപ്പി. ബിക്കോസ് നമുക്ക് എന്താ ഇനി നടക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ചിലപ്പോൾ എല്ലാവരും പുറത്തായിരിക്കാം. ആൻഡ് എനിക്ക് സംബന്ധിച്ച പോലെ മൈ അങ്കിൾ ആൻഡ് ആൻറ്റി ദേ വർ മൈ ഫേവറേറ്റ്. എൻ്റെ ലൈഫിൽ ദർ വാസ് എ പോയിന്റ് വെയർ എൻ്റെ സ്വന്തം അമ്മേനെ അച്ഛനെക്കാളും എനിക്ക് അവരെയായിരുന്നു ഇഷ്ടം. ബിക്കോസ് ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ മമ്മി അച്ഛനെ എപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ എന്നെ ഇവരാണ് നോക്കിയിരുന്നത്. ആ സമയത്ത് ഇവർ മാരീഡൊന്നും അല്ല. ദേ വർ ബാച്ചിലേഴ്സ്. അപ്പോൾ they were so close to me and now they are not here anymore. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഹിറ്റ് ചെയ്യും. ഐ ഗെറ്റ് സാഡ്. ബട്ട് ഇപ്പോൾ ആശ്ലേഖയുടെ പിള്ളേർക്ക് വേണ്ടി ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദം. അവരുടെ കുറവ് അറിയിക്കാതെ അവരെ വളർത്തണം. ആൻഡ് മൈ പാരൻസ് ആൻഡ് എൻ്റെ അച്ഛൻ അങ്കിളും അമ്മയും അറിയാൻ ദേ ആർ ഓൾ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ റേസിങ് ദം. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ഇത്രയും ഒരു ലവിങ് ഫാമിലി എനിക്ക് കിട്ടി. ബിക്കോസ് എല്ലായിടത്തും അതായിരിക്കണം എന്നില്ല കേസ്. ബട്ട് ഐ എം സോ താങ്ക്ഫുൾ ഐ ഗോട്ട് ദ ബെസ്റ്റ്. ആൻഡ് അവരുള്ള കൊണ്ട് വി ഓൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വി ആർ ഓൾ കേപ്പബിൾ ഓഫ് മൂവിങ് ഓൺ ആൻഡ് എവറിത്തിങ്. സോ എല്ലാവരോടും എനിക്കതാ വിഷയമില്ല. എനിക്കറിയാം ദിസ് ഇയർ ഫോർ നമ്മുടെ കേരളത്തിൽ പല മോശം കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് ഒരു തീരാ നഷ്ടം എന്നുള്ള പോലെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ വീൽ മൂവ് ഓൺ. നമ്മളെല്ലാവരും ഒരുമിച്ച് വീൽ മൂവ് ഓൺ. ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഐ എം പ്രേയിങ് ഫോർ എവറി വൺ, നോട്ട് ജസ്റ്റ് ഫോർ നമ്മുടെ കേരളം, ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ എവറി ഡേ ഐ എം പ്രേയിങ് എവറിത്തിങ് വിൽ ബി ബെറ്റർ. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ബെറ്റർ, ഈവൻ ഇഫ് ഇറ്റ്സ് എ മെസ്, എല്ലാം മോശമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ച്
സമാധാനത്തോടെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ ഇത് വലിച്ചു നീട്ടി കോളമാക്കുന്നില്ല. ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് എ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഇല്ലെങ്കിൽ എന്താ, ഇനിയും വരും പരിപാടികൾ നമുക്ക് പൊളിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഐ ഫീൽ സോ ക്രിഞ്ച് സേയിങ് ദാറ്റ് നൗ. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് നത്തിങ് important. So I have lots of love to all of you. Lots of love. Bye.